ഒരു പ്രൊഫഷണൽ ജോലിയാണോ നിങ്ങളുടെ ലക്ഷ്യം? എങ്കിൽ തൊഴിലധിഷ്ഠിത കോഴ്സുകൾ പഠിക്കാം. ചിത്തിര വിമൻസ് അക്കാദമി. ചിത്തിര വിമൻസ് അക്കാദമി, SMP ജംഗ്ഷൻ, ഷൊർണൂർ, ഓപ്പോസിറ്റ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ്, പട്ടാമ്പി. പനമണ്ണ ഇത്തിയാൻമല ക്വാറി പ്രവർത്തനം നിർത്താനുള്ള ശ്രമങ്ങൾ ജനകീയമായി തന്നെ നടത്തണമെന്ന് മുൻ നഗരസഭാ കൗൺസിലർ അബ്ദുൽ നാസർ. പനമണ്ണ ഇത്തിയാൻമല ക്വാറി പ്രവർത്തനം നിർത്താനുള്ള ശ്രമങ്ങൾ ജനകീയമായി തന്നെ നടത്തണമെന്ന മുൻ നഗരസഭാ കൗൺസിലർ അബ്ദുൽ നാസർ. കോടതി വിധിയെ മറികടന്ന ഈ വിഷയത്തിൽ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ആലോചിക്കണമെന്നും അബ്ദുൽ നാസർ വ്യക്തമാക്കി. കോടതി വിധിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ അത് തുടങ്ങിയിട്ടുള്ളത് എന്നാണ് അറിയാൻ കഴിയുന്നത്. അവിടെ ഏതാണ്ട് പനമണ്ണ, വെട്ടനാട്, പനമണ്ണ ഭാഗങ്ങളൊക്കെ ആ പ്രദേശം മൊത്തം, അതുപോലെ വീട്ടാമ്പാറ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലും അനങ്ങടി പഞ്ചായത്തുമായി ബന്ധപ്പെട്ട പ്രദേശങ്ങളിലുമെല്ലാം ഇത് ബാധിക്കും. കോടതി വിധിയെ മറികടന്നുകൊണ്ട് എന്ത് ചെയ്യാൻ കഴിയും എന്നതിനെക്കുറിച്ച് നമ്മൾ കൃത്യമായി ആലോചിക്കുന്നുണ്ട്. 1-ാം തീയതി അവിടുത്തെ ജനകീയ സമിതി ഒരു കമ്മിറ്റി വിളിച്ചിട്ടുണ്ട്. അതിൽ ആ പ്രദേശത്തെ കൗൺസിലർമാരും ഈ പ്രദേശത്തെ കൗൺസിലർമാരും കക്ഷി രാഷ്ട്രീയം നോക്കാതെ എല്ലാ മനുഷ്യരും ഒരുപോലെ ഒരുമിച്ചുകൊണ്ട് ഇത് തുടങ്ങാതിരിക്കാനും വരാതിരിക്കാനുള്ള വലിയ ശ്രമം നടത്തും. ഒരു പ്രദേശം മുഴുവൻ അപകടത്തിലാണെന്നും ക്വാറി പ്രവർത്തനം തടയാനുള്ള ഇടപെടലുകൾ ശക്തമായി നടത്തുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ട് പോകും. എനിക്ക് പറയാനുള്ളത്, ഞാനിപ്പോൾ നിലവിൽ കൗൺസിലർ അല്ലെങ്കിലും ഇവിടെ ഇത്തരം ഒരു സംഭവം വന്നുപെട്ടാൽ ഏതാണ്ട് ഇപ്പോൾ ആ നാട് മൊത്തം നശിക്കും ഉറപ്പാണ്. അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് വകുപ്പുകൾ ആ നാട് നേരിടും. അതിൽ വീട്ടാമ്പാറയും പെടും, വരോടും പെടും, അതുപോലെ നമ്മുടെ ഈ പനമണ്ണ പെടും, കോന്ത്രക്കുണ്ട് ഭാഗം പെടും, ഈ പറഞ്ഞ വായനശാല പ്രദേശം, എല്ലാ പ്രദേശവും പെടും. ഒരു പ്രദേശം മൊത്തം ഇതിൽ വലിയ അങ്കലാപ്പിലാണ്. അപ്പോൾ ജനങ്ങളെ മുൻനിർത്തിക്കൊണ്ടുള്ള ഒരു വലിയ സമര പരിപാടിയിലേക്ക് ഇറങ്ങും. അതിനു വേണ്ട ശ്രമമെല്ലാം ആരംഭിച്ചിട്ടുണ്ട്. എല്ലാവിധ പിന്തുണയും നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാവും എന്ന് മാത്രം ഉറപ്പു നൽകുക.